ഇപ്പോൾ സഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുകയാണ്. ജനാധിപത്യത്തിൻ്റെ സുദീർഘമായ ചരിത്രമുള്ള സഭയാണിത്. സഭ കാലങ്ങളായി നിലനിർത്തി പരിരക്ഷിച്ചു പോരുന്ന മൂല്യങ്ങളെ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ധാർമ്മികതയിൽ അധിഷ്ഠിതമായ പുത്തൻ ജനാധിപത്യ മൂല്യങ്ങൾ കണ്ടെത്തി സഭാ നടപടികളെ നവീകരിക്കുന്നതിനും പുതിയ സ്പീക്കർക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. സ്പീക്കർ എല്ലാവരുടേതുമാണ്, ഭരണപക്ഷത്തിൻ്റേതും പ്രതിപക്ഷത്തിൻ്റേതുമാണ്. സഭയുടെ അടിസ്ഥാന ചുമതലയായ നിയമനിർവഹണം അടക്കമുള്ള നടപടിക്രമങ്ങൾ തടസ്സമില്ലാതെ മുൻപോട്ട് കൊണ്ടുപോകുന്നതിന് കഴിയേണ്ടതുണ്ട്. അതോടൊപ്പം എല്ലാ സഭാംഗങ്ങളുടെയും ന്യായയുക്തമായ ജനാധിപത്യ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും കഴിയേണ്ടതായുണ്ട്. വളരെ സമതുലിതമായ രീതിയിൽ ഇത് സാധ്യമാക്കാൻ അങ്ങേക്ക് കഴിയും എന്ന് ഉറച്ച വിശ്വാസമുണ്ട്. സൗമ്യനും മൃദുഭാഷിയുമായ അങ്ങ് ആ സവിശേഷ സ്വഭാവം സഭയുടെ സുഗമമായ നടത്തിപ്പിന് വലിയ തോതിൽ സംഭാവന ചെയ്യാൻ കഴിയും എന്നാണ് കരുതുന്നത്. എല്ലാ വിഭാഗം അംഗങ്ങളുടെയും വിശ്വാസം ആർജിച്ചുകൊണ്ട് സഭയുടെ നാഥനായിരിക്കാൻ നടപടിക്രമങ്ങളുടെയും ചട്ടങ്ങളുടെയും കാവലാളായിരിക്കാൻ സ്പീക്കർക്ക് കഴിയും. നടപടിക്രമങ്ങളുടെ ചട്ടക്കൂടിനുള്ളിൽ തന്നെ സഭാംഗങ്ങളുടെ അധികാരാവകാശങ്ങൾ പരിരക്ഷിച്ച് മുൻപോട്ട് പോവാനും അങ്ങേക്ക് കഴിയും. ഈ നിയമസഭയിൽ ഇളം പ്രായത്തിൽ സ്പീക്കർ സ്ഥാനത്തെത്തിയവരുടെ നിരയിൽപ്പെട്ടയാളാണ് അങ്ങ്. ഇതേക്കാളും ചെറിയ പ്രായത്തിൽ മറ്റൊരാളെ സ്പീക്കറായിട്ടുള്ളൂ. അത് ശ്രീ കെ രാധാകൃഷ്ണനാണ്. രാധാകൃഷ്ണൻ 42-ാം വയസ്സിൽ സ്പീക്കർ പദവിയിലെത്തി. സർ, അങ്ങ് 48-ാം വയസ്സിൽ ആ സ്ഥാനത്തെത്തി. പുതിയ തലമുറയുടെ ഒരു പ്രതിനിധി ഇത്രമേൽ ഉന്നതമായൊരു സ്ഥാനത്തെത്തുന്നു എന്നത് നമ്മുടെ ജനാധിപത്യം പക്വതയാർജിക്കുന്നു എന്നതിൻ്റെ ലക്ഷണമായാണ് കാണേണ്ടത്. 1957 ഏപ്രിൽ 5-നാണ് ആദ്യ കേരള നിയമസഭ നിലവിൽ വന്നത്. അതുമുതൽ ഇതുവരെ ഉന്നതമായ ജനാധിപത്യ പാരമ്പര്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ പാരമ്പര്യങ്ങളും കീഴ്വഴക്കങ്ങളും ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാനും പുതിയ ഈടുവെപ്പുകൾ സൃഷ്ടിച്ചെടുക്കാനും പുതിയ സ്പീക്കറുടെ നേതൃത്വത്തിൽ ഈ പരമാധികാര ജനപ്രതിനിധി സഭയ്ക്ക് കഴിയട്ടെ. വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിലൂടെ ഉയർന്നു വന്ന അങ്ങേക്ക് നിയമസഭാ സാമാജികൻ എന്ന നിലയിൽ വളരെ ശ്രദ്ധേയമായ നിലയിൽ പ്രവർത്തിച്ച പശ്ചാത്തലമുണ്ട്. യുവജനക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിച്ച പശ്ചാത്തലവുമുണ്ട്. അതിൻ്റെയൊക്കെ അറിവും അനുഭവവും ഈ സഭയെ വരും നാളുകളിൽ കൂടുതൽ ശ്രദ്ധേയമായ തലത്തിലേക്ക് ഉയർത്താനും അതുവഴി ജനാധിപത്യത്തിൻ്റെ ശക്തി സ്രോതസ്സാക്കി നിലനിർത്താനും ഉപകരിക്കും. ഉത്തരവാദിത്വ നിർവഹണ കാര്യത്തിൽ ഈ സഭയുടെ എല്ലാ പിന്തുണയും അങ്ങേക്കുണ്ടാകുമെന്ന് ഉറപ്പു തരുന്നു. സാധാരണക്കാരുടെ ഹൃദയവികാരം സഭാതലത്തിൽ പ്രതിഫലിപ്പിക്കാൻ ഇനിയുള്ള കാലത്ത് വർദ്ധിച്ച തോതിൽ സാധിക്കുമെന്ന് കരുതട്ടെ. സർക്കാരിൻ്റെ ഉത്തരവാദിത്വ നിർവഹണത്തിനും സഭാംഗങ്ങളുടെ ജനാധിപത്യപരമായ ഇടപെടലുകൾക്കും എല്ലാ സംരക്ഷണവും അങ്ങയിൽ നിന്നും ഉണ്ടാകുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഉന്നതമായ ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകാൻ എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്യുന്നു. അങ്ങയുടെ യുവത്വവും ഊർജ്ജസ്വലതയും ഈ സഭയുടെ യുവത്വവും ഊർജവുമായി മാറട്ടെ എന്ന എല്ലാ ഭാവുകങ്ങളും ആശംസിക്കുന്നു. നന്ദി. സർ, കേരള നിയമസഭയുടെ 22-ാമത്തെ സ്പീക്കറായിട്ടാണ് അങ്ങിപ്പോൾ അധികാരമേറ്റെടുക്കുന്നത്. കേരള നിയമസഭ ഇന്ത്യയിലെ നിയമസഭകൾക്ക് പോലും മാതൃകയായ ഒരു നിയമസഭയാണ്. ചരിത്രത്തിൻ്റെ താളുകൾ പരിശോധിച്ചാൽ
ഏറ്റവും പുരോഗമനപരമായ നിയമനിർമ്മാണങ്ങൾ പാസ്സാക്കിയിട്ടുള്ളത് കേരള നിയമസഭയാണ്. സാർ, ഈ സഭയുടെ ഏറ്റവും മഹോന്നതമായ സ്ഥാനമായ സ്പീക്കർ പദവിയിലേക്ക് അങ്ങയെ തിരഞ്ഞെടുത്തതിൽ ഞാൻ അങ്ങയെ ഹാർദവമായി അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. സാർ, സ്പീക്കർ സഭയുടെ അന്തസ്സിൻ്റെ പ്രതീകമാണ്. സഭയുടെ മനസ്സാക്ഷിയെയാണ് സാർ സ്പീക്കർ പ്രതിനിധാനം ചെയ്യുന്നത്. നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ ഭരണകക്ഷിയെയും പ്രതിപക്ഷത്തെയും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനും സഭാംഗങ്ങളുടെ അവകാശങ്ങളെ സംരക്ഷിക്കാനുമുള്ള വലിയ ഉത്തരവാദിത്തമാണ് അങ്ങയിൽ നിക്ഷിപ്തമായിട്ടുള്ളത്. സ്വതന്ത്രവും നിഷ്പക്ഷവും നീതിപൂർവമായ നിലയിൽ സഭാ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അങ്ങയ്ക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. സാർ, 1942 ഒരു ചരിത്ര സംഭവമുണ്ടായി. ബ്രിട്ടീഷ് ഹൗസ് ഓഫ് കോമൺസിൽ കിങ് ചാൾസ് I അംഗരക്ഷകരുടെ അകമ്പടിയോടുകൂടി ഹൗസ് ഓഫ് കോമൺസിൽ പ്രവേശിച്ച് സ്പീക്കറുടെ ചെയറിൽ ഇരിക്കുകയുണ്ടായി. സ്പീക്കറുടെ ചെയറിൽ ഇരുന്നു കൊണ്ട് ഹൗസ് ഓഫ് കോമൺസിലെ 5 പാർലമെൻറ്റ് മെമ്പർമാർ രാജ്യദ്രോഹം ആരോപിക്കപ്പെട്ടവരായതുകൊണ്ട് അവരെ വിട്ടുതരണമെന്ന് ചാൾസ് രാജാവ് ആവശ്യപ്പെടുകയുണ്ടായി. സ്പീക്കർ വില്യം സെൻഡാൾ അന്ന് കൈകൂപ്പിക്കൊണ്ട് രാജാവിനോട് പറഞ്ഞു, എനിക്ക് കാണാൻ കണ്ണില്ല, എനിക്ക് കേൾക്കാൻ ചെവിയില്ല, ഞാൻ സഭയുടെ ആണ്, എനിക്ക് സഭ നിർദ്ദേശിക്കുന്ന പോലെ മാത്രമേ പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. സാർ, സ്പീക്കറുടെ സ്വതന്ത്ര സ്വഭാവം വ്യക്തമാക്കുന്ന കാര്യമാണ്. ഇൻഡിപെൻഡൻ്റ് ഓഫ് ദ ഗവൺമെൻറ്. സാർ, സർക്കാരിൽ നിന്ന് വ്യത്യസ്തമായ സ്വതന്ത്ര സ്വഭാവത്തോടുകൂടി പ്രവർത്തിക്കേണ്ട ഉന്നതമായ ചുമതലയാണ് അങ്ങിൽ നിക്ഷിപ്തമായിട്ടുള്ളത്. സാർ, ഇന്ത്യൻ ജനാധിപത്യ പ്രക്രിയയുടെ മഹത്തായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും ആണ് അങ്ങയ്ക്ക് ബാധ്യതയുള്ളത്. നമ്മുടെ നിയമസഭയിലുള്ള റൂളുകളും നമ്മുടെ ഭരണഘടനയും കീഴ്വഴക്കങ്ങളും അനുസരിച്ചാണ് അങ്ങ് ഈ സഭയുടെ നിയന്ത്രണം ഏറ്റെടുക്കുന്നത്. സഭാ നടപടികൾ സുഗമമായി നടപ്പാക്കുന്നതിന് സ്പീക്കറുടെ നിഷ്പക്ഷമായ സമീപനം ഏറ്റവും ഫലപ്രദമായി ഉണ്ടാകുമെന്ന് അങ്ങിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. സാർ, സ്പീക്കർ ഒരു ഭരണഘടനാ പദവിയാണ്. അങ്ങ് ഭരണകക്ഷിയുടെ അംഗമാണെങ്കിൽ പോലും സ്പീക്കറുടെ സ്ഥാനത്തെത്തി കഴിയുമ്പോൾ ഈ സഭയുടെ നാഥനായി, ഈ സഭയിലെ എല്ലാ അംഗങ്ങളുടെയും അവകാശങ്ങളുടെ കസ്റ്റോഡിയനായി അങ്ങയ്ക്ക് പ്രവർത്തിക്കാൻ ഉള്ള അവസരമാണ് കൈവന്നിരിക്കുന്നത്. സാർ, ഭരണപക്ഷത്തിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും അവകാശങ്ങൾ ഒരുപോലെ സംരക്ഷിക്കപ്പെടണം. സഭയിലെ എല്ലാ അംഗങ്ങളുടെയും താൽപ്പര്യ സംരക്ഷണം അങ്ങിൽ നിന്ന് നിക്ഷിപ്തമാണ്. ഈ സഭയും സഭയിലെ കാര്യങ്ങളും വിവിധ ഭരണഘടനാ സ്ഥാപനങ്ങളെ അറിയിക്കാനുള്ള ഉത്തരവാദിത്വം അങ്ങിൽ നിക്ഷിപ്തമാണ്. അപ്പോൾ സഭയുടെ നീതിപൂർവമായ പ്രവർത്തനത്തിനും ശക്തമായ നിയമനിർമ്മാണ നടപടികൾക്കും അങ്ങയുടെ മഹനീയമായ നേതൃത്വമാണ് എന്നും ഉയർത്തിപ്പിടിക്കപ്പെട്ടിട്ടുള്ളത്. സാർ, പ്രതിപക്ഷത്തിൻ്റെ അവകാശങ്ങൾ അങ്ങ് സംരക്ഷിക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. നീതിപൂർവ്വം നിഷ്പക്ഷമായ നിലയിൽ അങ്ങ് പ്രവർത്തിക്കാൻ അങ്ങയ്ക്ക് സാധിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. സാർ, കഴിഞ്ഞ നിയമസഭയിൽ കേരളത്തിന് തന്നെ അപമാനകരമായ നിരവധി സംഭവങ്ങൾ അരങ്ങേറുകയുണ്ടായി. ഞാൻ അങ്ങയ്ക്ക് ഉറപ്പ് നൽകുന്നു, ഈ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് അത്തരം സംഭവങ്ങൾ ഉണ്ടാകില്ല എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. സാർ, സഭാ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാനും നല്ല നിലയിൽ സഭാ നടപടികളെ നിലനിർത്തുവാനും അങ്ങയ്ക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. സാർ, ജവഹർലാൽ നെഹ്റു പറഞ്ഞിട്ടുണ്ട്, സ്പീക്കർ സഭയെ പ്രതിനിധാനം ചെയ്യുന്നു, സഭയുടെ അന്തസ്സിനെയും സ്വാതന്ത്ര്യത്തെയും പ്രതിനിധീകരിക്കുന്നു. അതുവഴി രാജ്യത്തിന് മുഴുവൻ പ്രാതിനിധ്യമുള്ള കാര്യം പരിഗണിക്കുന്നതിന് സ്പീക്കർ സാമാന്യ ജനതയുടെ സ്വാതന്ത്ര്യത്തിൻ്റെയും പരമാധികാരത്തിൻ്റെയും പ്രതീകമായി പ്രവർത്തിക്കുന്നു. സൗമ്യനും മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ സൗമ്യനായ അങ്ങയ്ക്ക് ഈ സഭാ നടപടികളെ ഫലപ്രദമായി നിയന്ത്രിക്കുവാനും സഭയുടെ ഉന്നതമായ ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുവാനും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അങ്ങയ്ക്ക് എല്ലാ മംഗളങ്ങളും നേരുന്നു. സാർ, 14ാമത് കേരള നിയമസഭയുടെ സഭാനാഥനായി തെരഞ്ഞെടുക്കപ്പെട്ട അങ്ങയെ ഞാൻ അനുമോദിക്കുന്നു. ശ്രീ ശങ്കരനാരായണൻ തമ്പിയിൽ നിന്ന് ആരംഭിച്ച്
ശ്രീ ശ്രീരാമകൃഷ്ണനിൽ എത്തിച്ചേർന്നിരിക്കുന്നു കേരള നിയമസഭയുടെ ചരിത്രത്തിലെ സ്പീക്കർമാരുടെ തെരഞ്ഞെടുപ്പ്. ഇവിടെ മഹിതമായ പാരമ്പര്യമുള്ള ഒരു സഭയാണിതെന്ന് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടതാണ്. പ്രഗത്ഭമതികളായ സ്പീക്കർമാർ ഈ സഭയെ ഏറെക്കാലം നയിച്ച് മുന്നോട്ട് പോയിട്ടുണ്ട്. അങ്ങയുടെ ഭാഗത്തു നിന്നും ആ പാരമ്പര്യമെല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് ഈ സഭ ആഗ്രഹിക്കുന്നതെന്നും ചൂണ്ടിക്കാണിക്കപ്പെട്ടതാണ്. തീർച്ചയായും ജനാധിപത്യ സംവിധാനത്തിലെ നിയമസഭാ വേദിയെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് സംബന്ധിച്ച് വ്യക്തമായ ധാരണയുണ്ട് അങ്ങേക്കെന്ന് എല്ലാവർക്കും കഴിഞ്ഞകാല അനുഭവങ്ങളിൽ നിന്ന് ബോധ്യമുള്ളതാണ്. നിയമസഭാ സാമാജികൻ എന്ന നിലയിൽ അങ്ങ് കാണിച്ചിട്ടുള്ള പ്രത്യേകമായ കഴിവും പ്രത്യേകമായി ഈ സഭയിൽ അങ്ങ് കാണിക്കാറുണ്ടായിരുന്ന എല്ലാ തരത്തിലുമുള്ള മികവാർന്ന സമീപനവും ഈ സഭയിൽ നിയമസഭാ സ്പീക്കർ എന്ന നിലയിലുള്ള അങ്ങയുടെ പ്രവർത്തനത്തിന് മാറ്റുകൂട്ടുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. എല്ലാ അർത്ഥത്തിലും ഭരണ പ്രതിപക്ഷ വ്യത്യാസം കൂടാതെ സഭാനാഥൻ എന്ന നിലയിൽ അങ്ങയ്ക്ക് ചെയ്യാൻ കഴിയുന്ന അങ്ങയിൽ നിക്ഷിപ്തമായിരിക്കുന്ന അധികാരം ഉപയോഗിച്ചുകൊണ്ട് എല്ലാ തരത്തിലുമുള്ള പ്രവർത്തനങ്ങളും ഉണ്ടാകും എന്നു തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ സഭയിലെ ഇനി അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് സഭാനാഥൻ എന്ന നിലയിൽ അങ്ങയിൽ നിന്ന് ഉത്തരവാദിത്വ നിർവഹണത്തിൻ്റെ കാര്യത്തിൽ സർക്കാരിനോടും അതുപോലെ തന്നെ നിയമസഭാ സാമാജികരെന്ന നിലയിൽ പ്രതിപക്ഷ അംഗങ്ങളോടുമെല്ലാം സ്വീകരിക്കുന്ന സമീപനത്തിൽ അങ്ങയ്ക്ക് പ്രത്യേകമായ കാഴ്ചപ്പാടുണ്ടാകും. തങ്ങളെ നിക്ഷിപ്തമായ അധികാരം ഉപയോഗിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവിധ ഭാവുകങ്ങളും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. സർ, അങ്ങയെക്കുറിച്ച് ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും കക്ഷി നേതാക്കന്മാരും ഒക്കെ പറഞ്ഞ പോലെ അങ്ങേക്ക് പ്രത്യേകമായ അഭിനന്ദനങ്ങൾ നേരുകയാണ്. എൻ്റെ കക്ഷിയുടെയും അതുപോലെ തന്നെ പൊതുവിൽ ഞങ്ങളുടെ എല്ലാ മെമ്പർമാരുടെയും പിന്തുണ തീർച്ചയായും നിയമസഭയുടെ കാര്യനിർവഹണത്തിൽ അങ്ങേക്കുണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങയുടെ പ്രവർത്തനം കുറച്ചു കാലമായി നോക്കിക്കണ്ട ആളുകളാണ് ഞങ്ങൾ. തീർച്ചയായും ഇവിടെ പറഞ്ഞതുപോലെ തന്നെ അങ്ങ് സൗമ്യനും അതുപോലെ തന്നെ ശാന്തശീലനുമാണ്. ക്ഷിപ്രകോപിയല്ല. ക്ഷിപ്രകോപികൾ അവിടെ കയറിയിരുന്നാലും ചില പ്രശ്നങ്ങളുണ്ട്. ക്ഷിപ്രകോപിയല്ല, വളരെ സൗമ്യൻ, വളരെ അധികം നിയമസഭയുടെ പ്രവർത്തനങ്ങളിൽ നല്ല നിലയിൽ കാര്യങ്ങൾ കൊണ്ടുപോയ ഒരാളാണ് അങ്ങ്. അതുകൊണ്ട് തന്നെ സ്പീക്കർ എന്നുള്ള നിലയിൽ ശോഭിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്കും സംശയമില്ല. നിയമസഭ തീർച്ചയായും ജനങ്ങളുടെ ഗുരുതരമായ അനവധി പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു വേദിയാണ്. നമ്മളൊക്കെ വിവിധ രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും അതുപോലെ തന്നെ വിവിധ കക്ഷികളെ പ്രതിനിധീകരിക്കുന്നവരാണെങ്കിലും ശരി, പൊതുവിൽ കേരളത്തിലുള്ള ജനങ്ങളുടെ പ്രത്യേകിച്ച് സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി പാടുപെടുന്നവരാണ്. അതുകൊണ്ട് തന്നെ ആ വക കാര്യങ്ങളിൽ ഉള്ള ചർച്ചയും അതുപോലെ തന്നെ അതിനുവേണ്ടിയുള്ള നിയമനിർമ്മാണങ്ങളും അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട കാര്യങ്ങളും അത് വളരെ ഗൗരവത്തിൽ നടക്കേണ്ടതുണ്ട്. പലപ്പോഴും അത് നടക്കാറില്ല. അതിൻ്റെ നഷ്ടം ജനങ്ങൾക്കാണ്. രാഷ്ട്രീയമായ ഈർഷ്യത കൊണ്ട് പരസ്പരം ഇവിടെ പോരാടുകയും അതിൻ്റെ ഇടയിൽ ബലി സംസ്കരിക്കപ്പെടുന്നത് യഥാർത്ഥത്തിൽ ജനങ്ങളുടെ വളരെ വിശദമായി ചർച്ച ചെയ്യേണ്ട പ്രശ്നങ്ങളാണ് എന്നുള്ളത് വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ സമയം കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി ഉണ്ടാവും. പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ താരതമ്യേന ആ കാര്യങ്ങളിൽ പ്രതിപക്ഷം ശ്രദ്ധിക്കാം എന്ന് പ്രതിപക്ഷ നേതാവും ഇവിടെ പറയുകയുണ്ടായി. തീർച്ചയായും അങ്ങേർക്ക് എല്ലാ പിന്തുണയുണ്ട്. യങ്ങസ്റ്റ് സ്പീക്കർ എന്നുള്ളത് ശ്രീ രാധാകൃഷ്ണനാണോ അതോ CH മുഹമ്മദ് കോയ സാഹിബാണോ എന്ന് ഒന്ന് നോക്കേണ്ടതുണ്ട്. സുധീരനാണോ? ഇനിയിപ്പോൾ അത് പരിശോധിച്ചിട്ട് പറയുന്നത് ഞാനും വിട്ടു. ഏതായാലും ശരി, 35 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ CH സ്പീക്കറായപ്പോൾ എന്നാണ് പറയുന്നത്. 32. അപ്പോൾ ഏതായാലും അതൊരു തർക്ക വിഷയമല്ല. നോക്കിയിട്ട് നമുക്ക് പറയാം. എല്ലാം ഹിസ്റ്ററിയാണല്ലോ, ചരിത്രമാണ്. പക്ഷേ ഒരു കാര്യത്തിൽ യാതൊരു സംശയവുമില്ല, 48-ലും അങ്ങ് ചെറുപ്പാണ്. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങേക്ക് എല്ലാവിധ
പിന്തുണയും അതുപോലെ തന്നെ ഊർജ്ജസ്വലതയോടുകൂടി പ്രവർത്തിക്കും എന്ന് ഞങ്ങളൊക്കെ മനസ്സിൽ കാണുന്ന അങ്ങേക്ക് എല്ലാവിധ പിന്തുണയും അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും മറ്റ് ബഹുമാനരായ കക്ഷി നേതാക്കളും ഈ സ്പീക്കറുടെ ചുമതലയേറ്റ അങ്ങയെ സംബന്ധിച്ച് പറഞ്ഞ എല്ലാറ്റിനോടും ഞാൻ യോജിക്കുന്നു. കേരള നിയമസഭ ഇന്ത്യ രാജ്യത്ത് വരുന്ന കാലഘട്ടത്തിൽ മാതൃകയായി പ്രവർത്തിക്കേണ്ട ഒരു നിയമസഭയാണ്. ആ തരത്തിലുള്ള ചർച്ചകളും സമീപനങ്ങളും ഭരണപക്ഷത്തു നിന്നായാലും പ്രതിപക്ഷത്തു നിന്നായാലും പ്രതീക്ഷിക്കാവുന്ന ഒരു നിയമസഭയാണ്. ആ ഘട്ടത്തിൽ താങ്കൾക്കുള്ള ഒരു MLA എന്നുള്ള നിലക്ക് നിയമസഭയിൽ ചർച്ചകളിൽ പങ്കെടുത്തപ്പോൾ താങ്കൾ കാണിച്ച ആ അറിവ് സ്പീക്കർ എന്നുള്ള നിലക്ക് ഫലപ്രദമായി ഉപയോഗിക്കാൻ തങ്ങൾക്ക് സാധിക്കുമെന്ന് കരുതുന്നു. എല്ലാ ഭാവുകങ്ങളും നേരുന്നു. സർ, ഈ സഭയുടെ നാഥനായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന അങ്ങേക്ക് ആദ്യമായി ഞാൻ അനുമോദനങ്ങൾ അർപ്പിച്ചു കൊള്ളട്ടെ. 2013 അങ്ങ് ഇവിടെ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വളരെ ചെറുപ്പത്തിലെ തന്നെ ഇപ്പോൾ സ്പീക്കർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് അങ്ങയുടെ കർമ്മശേഷിയുടെയും വ്യക്തിമഹാത്മ്യത്തിൻ്റെയും ഒരു തെളിവായിട്ട് ഞാൻ കണക്കാക്കപ്പെടുകയാണ്. വളരെ ഉന്മേഷവും പ്രസരിപ്പുമുള്ളൊരു സ്പീക്കറെയാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. അത് നിയമസഭയുടെ തന്നെ ചൈതന്യം അല്ലേ, അത് വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകും. അങ്ങ് യുവജന പ്രസ്ഥാനത്തിലൂടെ, വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ വളർന്നു വന്നൊരു നേതാവ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റ് മെമ്പറായിരുന്നു, സർവകലാശാല യൂണിയൻ മെമ്പറായിരുന്നു. ആ നിലയിലെല്ലാം നല്ല പരിചയ സമ്പത്ത് തന്നെയല്ല, ഞാൻ മനസ്സിലാക്കുന്നത് ഏഷ്യ പസഫിക് വേൾഡ് ഫെഡറേഷൻ ഓഫ് യൂത്തിൻ്റെ കോർഡിനേറ്ററും കൂടിയായിരുന്നു അങ്ങാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ആ നിലയിലെല്ലാം നല്ല പരിചയ സമ്പത്തും എല്ലാ രീതിയിലുള്ള പ്രവർത്തന പരിചയവുമുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിലാണ് അങ്ങ് ഈ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഒരു സ്പീക്കർ നിഷ്പക്ഷതയുടെ ആൾരൂപമാണ്. സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ പിന്നെ പാർട്ടിയില്ല. പാർട്ടിയുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുക എന്നുള്ളതാണ് സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ. സോമനാഥ് ചാറ്റർജി സ്പീക്കറായി ചാർജ് എടുക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ പാർട്ടി ബന്ധങ്ങൾ വിച്ഛേദിക്കുകയുണ്ടായി. അത് ഇന്ത്യക്ക് വലിയൊരു മാതൃകയാണ് സൃഷ്ടിക്കപ്പെട്ടത്, അനുകരണീയമായ ഒരു മാതൃകയാണ്. അപ്പോൾ എപ്പോഴും നിഷ്പക്ഷതയാണ് സ്പീക്കറെ നമ്മൾ വിലയിരുത്തുമ്പോൾ സ്പീക്കറുടെ നിഷ്പക്ഷതയാണ് എപ്പോഴും ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ സ്പീക്കർ ഈസ് ലുക്ക്ഡ് അപ്പോൺ ആസ് എ ട്രൂ ഗാർഡിയൻ ഓഫ് ദ ഗ്രേറ്റ് ട്രഡീഷൻ ഓഫ് പാർലമെൻ്ററി ഡെമോക്രസി. ആ ട്രഡീഷൻ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, ഈ നിയമസഭയുടെ അന്തസ്സ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ബിസിനസ് ട്രാൻസാക്ട് ചെയ്യുവാൻ അങ്ങേക്ക് കഴിയട്ടെ. അങ്ങയുടെ ആ പ്രവർത്തനങ്ങൾ, ഞങ്ങളുടെ എല്ലാവരുടെയും സഹകരണം, പ്രതിപക്ഷ നേതാവൊക്കെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സഭയുടെ ബിസിനസ് ട്രാൻസാക്ട് ചെയ്യുന്നതിൽ ഞങ്ങളുടെ എല്ലാവരുടെയും സഹകരണം അങ്ങേക്ക് വാഗ്ദാനം ചെയ്തുകൊണ്ട് അങ്ങേക്കെല്ലാ വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. സർ, കേരള നിയമസഭയെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാന നിയമസഭകൾക്ക് മാതൃകയായി നയിച്ചുകൊണ്ടു പോകുവാൻ സർവശക്തനായ ദൈവം അങ്ങേക്ക് ആവശ്യമായ ബുദ്ധിയും ജ്ഞാനവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സാർ, ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ കൊണ്ട്, ലോകത്തിൻ്റെ വിവിധ ഭൂഖണ്ഡങ്ങളിൽ കൊണ്ട് ഇപ്പോൾ ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം മലയാളികളായിട്ടുള്ള ആളുകൾ, ഇവിടെ ജനിച്ചു വളർന്ന് ഉപജീവനത്തിന് വേണ്ടി കടന്നുപോയിട്ടുള്ള ആളുകളെല്ലാം ഈ സമയത്ത് ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തീർച്ചയായും ഈ നിയമസഭയെ വിദ്യാഭ്യാസമുള്ള സംസ്ഥാനമെന്ന് പേര് കേട്ട കേരള നിയമസഭയെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാന നിയമസഭകൾക്ക് മാതൃകാ നിയമസഭയായി നയിക്കുവാൻ അങ്ങേക്ക് ദൈവം പ്രാപ്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം, സാർ, ഞാൻ കഴിഞ്ഞ സ്പീക്കർ അനുമോദന പ്രസംഗത്തിലും പറഞ്ഞൊരു കഥ, പക്ഷേ ഇവിടെ പുതുമുഖങ്ങൾ ധാരാളമുണ്ട്. സാർ, ബൈബിളിലൊരു കഥയുണ്ട്. സോളമൻ രാജാവിനോട് ദൈവദൂതൻ വന്ന് പറഞ്ഞു, ഞാൻ നിന്നിൽ പ്രസാദിച്ചിരിക്കുന്നു, ദൈവം നിന്നിൽ പ്രസാദിച്ചിരിക്കുന്നു, അതുകൊണ്ട് നിനക്കിപ്പോൾ ഒരു വരം ചോദിക്കാം. സാർ, രാജാവിന് അധികം ഒന്നും ആലോചിക്കേണ്ടി വന്നില്ല. രാജാവ് പറഞ്ഞു, ഈ ജനത്തെ നീതിയോടും ന്യായത്തോടും കൂടെ ഭരിക്കുന്നതിന്
ജ്ഞാനമുള്ള ഒരു ഹൃദയം എനിക്ക് നൽകണമേ. സർ, പിന്നീട് ലോകം വിളിച്ച ജ്ഞാനികളിൽ ജ്ഞാനിയായ സോളമൻ രാജാവെന്ന് ലോകം വിളിച്ച രാജാവ് അദ്ദേഹമായിരുന്നു. സാർ, ദൈവം സോളമൻ രാജാവിന് കൊടുത്തൊരു ഹൃദയം, ജ്ഞാനം അങ്ങേക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധമായ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ പാർട്ടിയുടെ പിന്തുണ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. സർ, സഭയുടെ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ട അങ്ങേക്ക് എല്ലാവിധ ആശംസകളും ഞാൻ നേരുകയാണ്. ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സഭയുടെ അന്തസ്സും ഗൗരവവും നിലനിർത്തി മുമ്പോട്ട് കൊണ്ടുപോകാൻ അങ്ങെടുക്കുന്ന എല്ലാ തീരുമാനങ്ങൾക്കും തീർച്ചയായിട്ടും ഞങ്ങളുടെ എല്ലാ പിന്തുണയും ഉണ്ടാവും. കഴിഞ്ഞ സഭയിലും അതിനു മുമ്പുമൊക്കെ നിയമനിർമ്മാണങ്ങൾ ഉൾപ്പെടെ എല്ലാ ഘട്ടങ്ങളിലും സജീവ സാന്നിധ്യമായിരുന്നു അങ്ങ്. തീർച്ചയായിട്ടും ആ പരിചയ സമ്പത്ത് നല്ല സാമാജികൻ എന്ന പേരെടുത്ത അങ്ങേക്ക് നല്ല സ്പീക്കർ എന്ന നിലയിലും പേരെടുക്കുവാൻ കഴിയും എന്ന് ഞങ്ങൾ കരുതുകയാണ്. സർ, ഗവൺമെൻറ് ബിസിനസ് നടത്തിക്കൊണ്ടു പോവാൻ അങ്ങ് മുൻകൈ എടുക്കുമ്പോൾ തന്നെ പ്രതിപക്ഷത്തിൻ്റെ അവകാശങ്ങളും സംരക്ഷിക്കുവാൻ അങ്ങ് തയ്യാറാവും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. സാറേ, നിയമസഭയെ വളരെ പ്രതീക്ഷയോടെയാണ് ഇന്ന് പൊതുസമൂഹം നോക്കിക്കാണുന്നത്. ആ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുവാൻ സഭയ്ക്ക് കഴിയണം, സഭാംഗങ്ങൾക്ക് കഴിയണം. അതിനനുസൃതമായ നേതൃത്വം കൊടുക്കുവാൻ അങ്ങേക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അങ്ങയുടെ ഈ സ്പീക്കർ പദവിക്ക് എല്ലാ നന്മകളും എല്ലാ മംഗളങ്ങളും എൻ്റെയും എൻ്റെ കക്ഷിയുടെയും പേരിൽ അർപ്പിക്കുന്നു. സർ, ഈ പുതിയ നിയമസഭയുടെ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ട അങ്ങേക്ക് ഞാൻ ആദ്യമായും സ്നേഹനിർഭരമായ അഭിവാദനങ്ങളും ആശംസകളും നേരുന്നു. സഭയുടെ സ്പീക്കർമാരുടെ പരമ്പരയിൽ യുവത്വത്തിൻ്റെ കർമ്മതേജസ്സായി താങ്കൾ അവരോധിതനായിരിക്കുകയാണ്. ഈ സഭയുടെ പാരമ്പര്യം, കേരളത്തിൻ്റെ പാരമ്പര്യം, ഒരു നിയമനിർമ്മാണ സഭ എന്ന നിലക്ക് മാതൃകാപരമായി പ്രവർത്തിച്ചിട്ടുള്ള ഈ സഭയുടെ പാരമ്പര്യവും അന്തസ്സും പ്രൗഢിയും സംരക്ഷിക്കുന്നതിന് താങ്കളുടെ പൊതുജീവിതത്തിലെ പരിജ്ഞാനവും കഴിവും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാക്കന്മാരും ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ പറഞ്ഞിട്ടുള്ള താങ്കളുടെ വ്യക്തിത്വം തീർച്ചയായും ഒരു അനുഭവ സമ്പത്തായി അനുഭൂതിയായി ഈ നിയമസഭയ്ക്കുണ്ടായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. കൂടുതൽ സംസാരിക്കേണ്ട സമയമല്ല ഇതെനിക്കറിയാം. ഈ സഭ ഇവിടെ പറഞ്ഞതുപോലെ സഭയുടെ ഇരുഭാഗത്തുമുള്ള പ്രതിപക്ഷങ്ങളുടെയും ഭരണകക്ഷികളുടെയും ഒക്കെ അഭിപ്രായങ്ങളും അംഗങ്ങളുടെ സ്വാതന്ത്ര്യവും പരീക്ഷിക്കുന്ന കാര്യത്തിൽ താങ്കൾക്കുള്ള മുഖ്യമായ പങ്ക് പ്രത്യേകിച്ച് പറയേണ്ടതായിട്ടേ ഇല്ല. അത് നിർവിഘ്നം നിർവഹിക്കുന്നതിനുള്ള കഴിവും പരിജ്ഞാനവും കഴിവും പാരമ്പര്യവും ഒക്കെ തന്നെ താങ്കൾക്കുണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. ഇന്ത്യക്കാകെ മാതൃകമായി പ്രവർത്തിക്കുന്ന നിരവധി നിയമനിർമ്മാണ നടപടികൾ സ്വീകരിച്ചുള്ള സഭ കൂടിയാണിത് സാർ. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കും മാതൃകാപരമായി അഴിമതി വിരുദ്ധമായ അതുപോലെ തന്നെ സഭാ നടപടി കൊണ്ട് ഒരു സംസ്ഥാനത്തിനും ജനതക്കും മാതൃകാപരമായ നിലപാടുകൾ സ്വീകരിക്കുന്നതിന് താങ്കളുടെ സാന്നിധ്യം ഈ സഭയുടെ ആന്തരികവും ഏറ്റവും കരുത്തുറ്റതുമായ ചൈതന്യത്തിനും പ്രവർത്തനങ്ങൾക്കും കരുത്തായി തീരട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും താങ്കൾക്ക് എല്ലാവിധ വിജയങ്ങളും താങ്കളുടെ പദവിയിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഈ സഭയുടെ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ട അങ്ങേ എൻ്റെ സ്വന്തം പേരിലും എൻ്റെ പാർട്ടിയുടെ പേരിലുമുള്ള അഭിനന്ദനം ഞാൻ അറിയിക്കുകയാണ്. അതോടൊപ്പം പിന്തുണയും അറിയിക്കുന്നു. വളരെ ചെറിയ പ്രായത്തിൽ ഇത്ര നല്ലൊരു പദവിയിലെത്തിയ, മനസ്സിൽ സ്നേഹം സൂക്ഷിക്കുന്ന, നന്മ സൂക്ഷിക്കുന്ന ഒരു നല്ല സുഹൃത്ത്, എൻ്റെ ഒരു നല്ല സുഹൃത്ത് ഇത്ര വലിയൊരു പദവിയിലെത്തിയതിൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നു വ്യക്തിപരമായി. വളരെ നീതിമാനായ ഒരു ഭരണാധികാരി. തിരുക്കുറളിൽ പറയുന്നു, ഒരു ഭരണാധികാരി നീതിമാനായിരിക്കണം. അതിലെടുത്തു പറയേണ്ട ഒരു കാര്യം, സ്പീക്കർ ഞങ്ങളുടെയൊക്കെ നാഥനാണ്, ഞങ്ങളുടെയൊക്കെ ചെയറാണ്. അങ്ങയിൽ നിന്നും എല്ലാവർക്കും നീതി ലഭിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്. നീതിയും കരുതലുമാണ് നോക്കുന്നുണ്ട്. ഈ ഒരു സഭയ്ക്കകത്തുള്ള അംഗങ്ങൾ, ഈ നിയമസഭയിലെ ജീവനക്കാർ, അവർക്ക് സഭയ്ക്കകത്തും പുറത്തും സംരക്ഷണവും സുരക്ഷിതത്വവും അവരുടെ ജീവിത നിലവാരവും ഉയർത്തുന്നതിനുള്ള ഏറ്റവും വലിയ ചുമതലയാണ് താങ്കളുടെ കയ്യിൽ ഇപ്പോൾ ഈ ഉത്തരവാദിത്തത്തോട് വന്ന് ചേർന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങേക്ക് അതിന് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരുപാട് നല്ല ആശയങ്ങൾ, ഒരടുത്ത സുഹൃത്ത് നിലയിൽ സംസാരിക്കുമ്പോൾ ഒരുപാട് നല്ല ആശയങ്ങൾ പറയുവാൻ
അത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവന്ന് ആഗ്രഹിക്കാൻ കഴിയുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഈ സഭയിൽ ഒരു വലിയ മാറ്റം, ആധുനികമായ ചില പരിഷ്കാരങ്ങൾ, ആധുനികമായ ചില ടെക്നോളജികൾ കൊണ്ട് ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും ഒക്കെ ജോലിക്ക് സുഗമമായ നടത്തിപ്പിന് കഴിയുന്ന ഒരുപാട് ആശയങ്ങൾ അങ്ങയുടെ മനസ്സിലുണ്ട്. ലോകം മുഴുവൻ കറങ്ങുകയും യുവജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തനങ്ങൾക്കായി ലോകം പല രാജ്യങ്ങളും കാണാൻ അവസരം കിട്ടിയപ്പോൾ അവിടെയൊക്കെ കണ്ട നല്ല കാര്യങ്ങൾ പലതും താങ്കൾ സംസാരിച്ചിട്ടുണ്ട്. അതെല്ലാം പ്രായോഗിക തലത്തിൽ ഈ സഭയിൽ കൊണ്ടുവരികയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു നിയമസഭയാക്കി ഈ സഭയെ മാറ്റുവാൻ അങ്ങേക്ക് കഴിയും. സഭയ്ക്കകത്തും പുറത്തും അംഗങ്ങളുടെ അവകാശങ്ങൾ, ജീവനക്കാരുടെ അവകാശങ്ങൾ, അതുപോലെ അവരുടെ അന്തസ്സ്, അവർക്ക് പുറത്തു നിന്ന് കിട്ടേണ്ട മാന്യത, ഇതെല്ലാം നേടിക്കൊടുക്കാൻ ഒരു സ്പീക്കറുടെ ശക്തിയായ പ്രവർത്തനങ്ങൾ കഴിയും. മനുഷ്യത്വമുള്ള നീതിമാന്മാരായ ധാരാളം സ്പീക്കർമാർ ഇവിടെ ഈ ചെയറിൽ ഇരുന്നിട്ടുണ്ട്. നീതിമാന്മാരായ ആളുകൾ, സ്നേഹത്തോടെ, എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ പ്രത്യേകം ഓർക്കേണ്ട ഒരാൾ ശ്രീ ജി കാർത്തികനാണ്. ഒരു മനുഷ്യൻ എന്ന നിലയിൽ അദ്ദേഹം നമ്മളെ സമീപിച്ച രീതി ഈ അവസരത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഒരിക്കൽ എൻ്റെ കൊച്ചുമകൻ സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കിടന്നു. അദ്ദേഹത്തിൻ്റെ മനസ്സ് ഞാൻ ഓർക്കണം. അപ്പോൾ അവിടെ അദ്ദേഹം കടന്നു വരുമ്പോൾ, അന്വേഷിച്ച് വരുമ്പോൾ കുഞ്ഞ് വല്ലാതെ കരയുകയാണ്. ഡെങ്കിപ്പനി വന്നിട്ട് വല്ലാതെ കരയുകയാണ്, കാല് കൈയെല്ലാം ചൊറിയാണ്. അപ്പോൾ അദ്ദേഹത്തെ സ്പീക്കർ എന്ന നിലയിൽ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ബോഡി ഗാർഡ്സും എല്ലാവരും ഉണ്ട്. പക്ഷെ നമുക്ക് അദ്ദേഹത്തെ വേണ്ട വിധത്തിൽ ആ സമയത്ത് ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. പക്ഷെ അദ്ദേഹം ചെയ്താണ് ഒരു കസേര നീക്കിയിട്ടിട്ട് എന്നോടൊപ്പം ഇരുന്ന് ഈ കുഞ്ഞിനെ പരിചരിക്കാൻ അദ്ദേഹം തയ്യാറായി. അതൊരു മനുഷ്യൻ്റെ നല്ല മനസ്സാണ്. അത്ര നല്ല മനസ്സുള്ള സ്പീക്കർമാർ കേരളത്തിലെ നിയമസഭയിലുണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും അങ്ങിൽ നിന്നും അതുപോലൊരു നല്ല മനസ്സും ഞങ്ങൾക്കെല്ലാം സ്നേഹവും സംരക്ഷണവും ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ ഇന്ത്യ എന്ന ഈ മഹാരാജ്യത്തിൻ്റെ മുന്നിൽ കേരളത്തിൻ്റെ നിയമസഭയുടെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കാൻ താങ്കൾക്ക് കഴിയുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു സഹപ്രവർത്തകനാണ് ഞാൻ. തീർച്ചയായിട്ടും അതിനങ്ങേ കഴിയട്ടെ. ഇവിടെ പറഞ്ഞു താങ്കളുടെ ചെറിയ പ്രായം എന്ന് പറഞ്ഞു. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, ശ്രീരാമകൃഷ്ണ പരമഹംസൻ്റെ പേരാണ് ഒരു സന്യാസിയുടെ, ലോകം അറിയുന്ന ഏറ്റവും വലിയ സന്യാസിയുടെ, ഒരു ദിവ്യൻ്റെ, ഒരു ദൈവികമായ മുഖം, അങ്ങയുടെ മുഖത്തിനും മനസ്സിനും ആ ദൈവികമായ സൗന്ദര്യമുണ്ട് എന്ന് അടുത്തറിയുന്ന ഒരു സുഹൃത്ത് താങ്കളിൽ നിന്നും വളരെ നല്ല നടപടികൾ ഈ ചെയറിലിരുന്നു കൊണ്ട് പ്രതീക്ഷിക്കുന്നു. എല്ലാവിധ പിന്തുണകളും എല്ലാവിധ നന്മകളും വിജയങ്ങളും ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സാർ, അങ്ങേ ഈ നിയമസഭയുടെ സ്പീക്കറായി തിരഞ്ഞെടുത്തതിൽ ഞാനും എൻ്റെ പാർട്ടിയും അഭിനന്ദിക്കുന്നു. ഞാനൊരു പുതുമുഖമാണ്. എനിക്കും എന്നെപ്പോലുള്ള പുതുമുഖങ്ങൾക്കും മാർഗനിർദ്ദേശങ്ങൾ നൽകി ഈ സഭ ഒന്നാകെ പ്രവർത്തിപ്പിക്കുന്നതിന് അങ്ങയ്ക്ക് സന്മനസ്സുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ പിന്തുണയും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സർ, ഈ നിയമസഭയുടെ നാഥനായി അങ്ങേ തിരഞ്ഞെടുത്തതിൽ ഞാൻ ഹൃദയംഗമമായി അനുമോദിക്കുന്നു. അങ്ങയിൽ നിന്ന് തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ച പോലെ ധാർമ്മികതയുടെ വെളിച്ചം ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അതിന് ന്യായമായ കാരണങ്ങൾ അങ്ങയുടെ പേരിൽ തന്നെയുണ്ട്. ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ സ്ത്രീത്വം വിളയുന്ന മുഖമാണെന്നുള്ളത് കൊണ്ട് തന്നെ മനസ്സിന് സമാധാനം ഉണ്ടാവും. പിന്നെ ശ്രീരാമനെ സംബന്ധിച്ച് ധർമ്മത്തിൻ്റെ ആൾരൂപമാണെന്ന് എല്ലാവർക്കും അറിയാം. ആ ധർമ്മമാണ് നമ്മുടെ നാടിനെ നിലനിർത്തുന്നത്. ആ ധർമ്മം സ്ഥാപിക്കാനാണ് ശ്രീകൃഷ്ണൻ ജനിച്ചിട്ടുള്ളത്. ഈ എല്ലാ പേരുകളും കൂടി ചേർന്നാണ് അങ്ങ് സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ധാർമ്മികതയായിരിക്കും എല്ലാത്തിൻ്റെയും ആധാരം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവർക്കും നീതി കിട്ടും, ആരോടുമില്ല പ്രീണനം, എല്ലാവർക്കും തുല്യനീതി എന്നുള്ളതുണ്ട്. അതോടൊപ്പം തന്നെ ഏകനായിട്ടുള്ള ആൾ വരുന്ന അവസരത്തിൽ പുതിയ മുഖങ്ങളായിട്ടുള്ള ആൾക്കാരോട് പ്രത്യേക ഒരു വാത്സല്യം കൂടി ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങക്ക് എല്ലാ നല്ല ഒരു സ്പീക്കർ എന്നുള്ള നിലയ്ക്കുള്ള കർത്തവ്യം നിർവഹിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. സർ, 14-ാം കേരള നിയമസഭയുടെ സ്പീക്കറായി തിരഞ്ഞെടുത്ത അങ്ങയെ പ്രത്യേകം അനുമോദിക്കുകയാണ്. വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിലൂടെ കടന്നു വന്ന അങ്ങയുടെ അനുഭവ സമ്പത്ത് സ്പീക്കർ എന്നുള്ള നിലയിൽ നിഷ്പക്ഷമായി കൊണ്ടുപോകുവാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ സഭയെ നയിക്കുവാനും അംഗങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാനും
അങ്ങേക്ക് കഴിയട്ടെ. ഒരിക്കൽ കൂടി അനുമോദിക്കുന്നു.